നമസ്കാരം. മനുഷ്യമനസാക്ഷി ശ്രവിക്കാൻ ആഗ്രഹിക്കാത്ത നൊമ്പരങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. പീഡനങ്ങളുടെ കഥകൾ ആവർത്തിക്കുന്നു കേരളത്തിൽ. നമ്മുടെ കേരളത്തിന് എന്ത് സംഭവിച്ചു? ആ ചോദ്യം വീണ്ടും ദയനീയമായി ചോദിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രധാന സംഭവങ്ങളിലേക്ക്. വാളയാറിൽ മരിച്ച പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പാണ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്. കൊലപാതക സാധ്യത അന്വേഷിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതിദാരുണമായി തന്നെ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെയും ഒക്കെ തന്നെ പരാമർശങ്ങൾ രേഖപ്പെടുത്തുന്നു. 2 പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ടതായി IG-യുടെ സ്ഥിരീകരണം വന്നിരിക്കുന്നു. മരിച്ച കുട്ടികളുടെ 3 ബന്ധുക്കൾ പോലീസ് കസ്റ്റഡിയിലായി. വയനാട്ടിൽ പീഡനത്തിനിരയായ പെൺകുട്ടികൾ പ്രതികളെ തിരിച്ചറിഞ്ഞു. കുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയായതായി മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ 6 പേരെ അറസ്റ്റ് ചെയ്തു. അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും പരിശോധന കർശനമാക്കുമെന്നാണ് മന്ത്രി KK ശൈലജയുടെ പ്രതികരണം. പീഡിപ്പിച്ചാലും വെളിയിൽ നിന്ന് വന്നവർ പീഡിപ്പിച്ചാലും അത് വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ്. സർക്കാർ ഇത്തരം സ്ഥാപനങ്ങളെല്ലാം പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കർശനമായ നടപടിയായിരിക്കും സ്വീകരിക്കുക. കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചാൽ, കുഞ്ഞുങ്ങളെയല്ല, ഇത്തരം സദനങ്ങളിലുള്ള പ്രായം ചെന്ന ആളുകളെ ആയാലും ഹോമുകളിൽ പീഡിപ്പിക്കപ്പെട്ടാൽ വെളിയിലായാലും വേണ്ടില്ല, അകത്തായാലും വേണ്ടില്ല, വളരെ കർശനമായിട്ടുള്ള നടപടി. ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ച് എത്ര ശിക്ഷ കിട്ടുമോ അത്രയും വലിയ ശിക്ഷയിലേക്ക് നയിക്കാൻ കഴിയുന്ന രീതിയിലാണ് സാമൂഹ്യനീതി വകുപ്പ് റിപ്പോർട്ട് ചെയ്യുക. വിഷയം പരിശോധിക്കുന്നു. നമ്മോടൊപ്പം മുൻ SP ജോർജ് ജോസഫ്, ഡോക്ടർ ഗിരീഷ്, അഡ്വക്കേറ്റ് മിനി, ചിന്താ ജെറോം തുടങ്ങിയവർ തത്സമയം പങ്കുചേരുന്നു. ഡോക്ടർ ഗിരീഷിലേക്ക് ആദ്യം തന്നെ. ഡോക്ടർ ഗിരീഷ്, ഇവിടെ കൊട്ടിയൂർ നമ്മൾ കേട്ടു, അതിനുശേഷം വയനാട്, വാളയാർ. ഒരാഴ്ച മാത്രമുള്ള സംഭവങ്ങളുടെ തോതാണ്. ഒരുപക്ഷെ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, മനുഷ്യ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ ഓരോ ദിനങ്ങൾ, അത് ചർച്ചകളിലൂടെയൊക്കെ തന്നെ അന്തിച്ചർച്ചകളൊക്കെ ശേഷം പിറ്റേന്ന് രാവിലെ നമ്മൾ ഇതേ കാര്യങ്ങൾ തനിയാവർത്തനമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. ഇത് ശരിക്കും കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നോക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ സാംസ്കാരികമായി എപ്പോഴും ഊറ്റം കൊണ്ടുള്ള വ്യക്തികൾ, ആ ഒരു സമൂഹം, എന്തുകൊണ്ട് ഇതൊരു മനുഷ്യ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണോ? കാരണം നിയമതലത്തിലുള്ള എല്ലാത്തരം ഇടപെടലുകളും നടക്കുന്നു. അതേസമയം തന്നെ ഇതേ രീതിയിൽ, ഇതേ തോതിൽ തന്നെ കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഗിരീഷ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വൈകൃതങ്ങൾ കൂടുതൽ ഉണ്ടാക്കുവാൻ കാരണമാകുന്ന നിലയ്ക്കുള്ള സൈബർ ലോകത്തിൻ്റെ ഒരു സ്വാധീനം വളരെ കൂടുതലാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് പഠനങ്ങൾ, ഒരുപാട് നേരിട്ടുള്ള ക്ലിനിക്കൽ എക്സ്പീരിയൻസസ് തീർച്ചയായിട്ടും ഒത്തിരി ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഈ ഇത്തരത്തിലുള്ള വൈകൃതങ്ങളിലേക്ക് എത്തുന്ന വ്യക്തികൾ വെറും സൈബർ സ്വാധീനം കൊണ്ട് മാത്രമൊന്നല്ല, അതനുസരിച്ചിട്ടുള്ള ചില കോണ്ടക്ട് ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ വരുന്നു. മൂന്നാമത്തൊരു ഘടകം, ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ കൂടുതൽ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത് ഒരു വളരെ സ്വകാര്യത, അല്ലെന്നുണ്ടെങ്കിൽ അധികാരങ്ങൾ കൂടുതൽ നിൽക്കുന്ന, അധികാരത്തിൻ്റെ ഇടങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രൊഡക്ഷൻ, ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി എന്നുള്ളൊരു ഫാൾസ് ഒരു ധൈര്യം കിട്ടുന്നുണ്ട്. ഈ 3 ഫാക്ടേഴ്സാണ് ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളിൽ പ്രധാനമായിട്ടും കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം. ശ്രീ ജോർജ് ജോസഫ്, ഇന്ന് നടന്ന ഇന്ന് പുറത്തേക്ക് വന്ന ഇത്തരം പീഡനങ്ങൾ, 7 പെൺകുട്ടികൾ, അതും യത്തീംഖാനയ്ക്ക് അവിടെ ഉള്ള അല്ലെങ്കിൽ അതിന് പരിസരത്ത് വെച്ച് വളരെ ആസൂത്രിതമായി ക്രിമിനൽ ഗൂഢാലോചന വ്യക്തമാകുന്ന സംഭവങ്ങൾ, ഇതിലൊക്കെ പൊതുവേ നോക്കുമ്പോൾ എന്താണ് താങ്കളെപ്പോലുള്ള വിദഗ്ധർ? കാരണം ഇവിടെ നിയമങ്ങൾ, കടിച്ചാൽ പൊട്ടാത്ത നിയമങ്ങൾ ഒട്ടനവധിയുണ്ട്. ഈ നിയമങ്ങൾ പ്രത്യേകിച്ച് പോക്സോ നിയമപ്രകാരമാണ് കഴിഞ്ഞ 1 വർഷക്കാലം എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ നിയമം കൊണ്ടുവന്നതിന് ശേഷം 12 ശേഷം എടുത്തിട്ടുള്ള എല്ലാ കേസുകളും വളരെ ശക്തമായ പഴുതുകൾ അടച്ചൊക്കെയും ഉള്ള രേഖപ്പെടുത്തുന്ന നിയമങ്ങൾ. എന്തുകൊണ്ട് പക്ഷേ ഇത് ആവർത്തിക്കപ്പെടുന്നു? അവിടെയൊക്കെ ഒരു അനാസ്ഥ വ്യക്തമാകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിച്ച, പീപ്പിൾ ടിവിക്ക് ലഭിച്ച വാളയാർ സംഭവത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് വളരെ ഗുരുതരമായ വീഴ്ചകളൊക്കെ തന്നെ, ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ആദ്യം മരണപ്പെട്ട പെൺകുട്ടിക്ക് ശേഷം അവളുടെ അനുജത്തി പോലീസിന് മുന്നിലേക്ക് നൽകുന്ന മൊഴികളുണ്ട്. ആ മൊഴിയുടെ ആധാരം പരിശോധിച്ചിരുന്നെങ്കിൽ ഒരു മരണം പോലും ഒഴിവാക്കാമായിരുന്ന സാഹചര്യത്തിലേക്ക് ഇടപെടൽ നടത്താമായിരുന്നു. ഇവിടെയൊക്കെ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും നമ്മൾ ചർച്ചകളിലേക്ക് പോകുന്നു, നിയമത്തിന്റെ കാർക്കശ്യത്തെക്കുറിച്ച് പറയുന്നു, അതിനപ്പുറത്തേക്ക് ഒന്നുമേ എത്തുന്നില്ല. ശ്രീ ജോർജ് ജോസഫ്, ഇല്ല, ഇത് ഞാൻ ബേസിക്കായിട്ട് ഇത് നേരത്തെ പറഞ്ഞു, ഡോക്ടർ ഗിരീഷ് പറഞ്ഞു സൈബറിൻ്റെ, അതൊരു പരിധിവരെ ശരിയാണ്. പക്ഷേ ഗ്രൂമിങ്,
ഇത് ഗ്രൂമിങ്ങിൻ്റെ പ്രശ്നമാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സബ് ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ അന്ന് ഹോമോസെക്ഷുവാലിറ്റി തിരുവനന്തപുരം സിറ്റിയിൽ വളരെ കൂടുതലാണ്. പ്രകൃതി വിരുദ്ധമായ ഒത്തിരി നടപടികൾ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ അധികാര സ്ഥലത്ത് പറഞ്ഞാൽ അതിനൊരു പ്രതിവിധിയില്ല. ഞാൻ എൻ്റെ മക്കളെ ഈ പബ്ലിക് ലൈബ്രറി അവിടെ അയക്കത്തില്ലായിരുന്നു. ഞാൻ അവിടുന്ന് മ്യൂസിയം എസ് ഐ ആയിരിക്കുമ്പോൾ 100 കണക്കിന് ആൾക്കാരെ രാത്രി അവിടുന്ന് പിടിച്ചിട്ടുണ്ട്. അതുപോലെ മ്യൂസിയം ഇവിടെയൊക്കെ ഈ പ്രകൃതി വിരുദ്ധമായ നടപടികളാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ അതിങ്ങനെ ഗ്രാജുവലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സ്കൂളിൽ ഞാൻ ഈ അടുത്ത കാലത്ത് 3-4 സ്കൂളിൽ പ്രസംഗിക്കാൻ പോയി. ആ സ്കൂളിൽ എല്ലായിടത്തും കുട്ടികൾ ഈ സൈബറും കൂടെ വന്ന ശേഷം ആൺകുറ്റങ്ങൾ പെട്ടിങ്ങൾ ഒരു 20% സെക്സ് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ലെവലിലോട്ട് കാര്യങ്ങൾ പോയി കഴിഞ്ഞു. അപ്പം നമുക്ക് രാഷ്ട്രീയപരമായ ഞാൻ കഴിഞ്ഞ ഒരു ചാനലിനെ പറഞ്ഞപ്പം മതസംഘടന അല്ലെങ്കിൽ മതങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സ്വാധീനമുണ്ട്. കാരണം നമ്മളെ ഭൗതികമായ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയക്കാർ നോക്കുമെങ്കിലും എല്ലാ മതത്തിനെയും നമ്മൾ ബഹുമാനിച്ചേ പറ്റുള്ളൂ. കാരണം അതിനകത്ത് പുഴുക്കുത്തുകളുണ്ട്. ഇപ്പം കൊട്ടിയൊരു സംഭവത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു അച്ഛൻ, അത്രയും പ്രായമുള്ള ഒരു അച്ഛൻ ഒരു കുട്ടിയെ 14 വയസ്സുള്ള ഒരു കുട്ടിയെ ഗർഭവതിയാക്കിയെന്ന് പറഞ്ഞാൽ നമുക്കത് ഒരിക്കലും അത് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. കാരണം അത്രയും 50 വയസ്സുള്ള ഒരാളാണ് ചെയ്തതെന്ന് പറയുന്നത്. പക്ഷേ അത് ഇപ്പം ഈ വയനാട്ടിലെ അവിടുത്തെ ഞാൻ അവിടുത്തെ എത്തിങ്കാനം മാത്രമല്ല പല സ്കൂളുകളുടെ പരിസരത്ത് ഈ സ്റ്റേഷനറി സാധനം വാങ്ങുന്നിടത്തെല്ലാം കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ചാൽ അത് വെളി പറയില്ല. കാരണം അതുങ്ങൾക്ക് അയാളെ ഭയപ്പെടുത്തിയാൽ അത് പറയത്തില്ല. അതുപോലെ പക്ഷേ പലപ്പോഴും ശ്രീ ജോർജ് ജോസഫ് കേസുകൾ പരിശോധിക്കുമ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സെറ്റിൽമെന്റ് ചെയ്യുന്ന പല കേസുകളും, കാരണം ഇത് കുട്ടികളുടെ മാത്രമാണ്, കുട്ടികളെ ആ കേസുകൾ പോലും പോലീസിന് ഇക്കാര്യത്തിൽ കാരണം ഭരണം മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ പോലീസിന്റെ ചില ഇടപെടൽ എന്തുകൊണ്ട് പല കേസുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാലൊക്കെ തന്നെ ഒരു സെറ്റിൽമെന്റിലേക്ക് വിട്ട് പോലീസ് പോലും ഒരു ലാഘവത്തോടു കൂടി ഇടപെടൽ നടത്തുന്നു. അത് ഒക്കെ ഈ ഇത്രത്തോളം തോതുയരുന്നതിന് മാത്രമല്ല ഈ വീണ്ടും ക്രൈമിലേക്ക് പോകാനൊക്കെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളായി മാറുന്നുണ്ടോ? വ്യക്തമായും ഇടപെടേണ്ട കരങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന ആക്ഷേപം വീണ്ടും അത് രാഷ്ട്രീയ ഭേദമന്യൊക്കെ തന്നെ ഉയരുമ്പോൾ അല്ല, പോലീസ് സ്റ്റേഷനിലെ ലക്ഷക്കണക്കിന് എല്ലാ പോലീസ് സ്റ്റേഷനിലും ലക്ഷക്കണക്കിന് പെറ്റീഷനാണ്. പക്ഷേ ഇപ്പോഴേ പല ആൾക്കാരും ഒരു കേസ് ബലപ്പെടുത്താൻ വേണ്ടി വെറുതെ എങ്കിലും ഒരു സെക്ഷൻ്റെ പ്രഷർ അതിനകത്ത് കയറ്റും. എല്ലാ പോലീസ് സ്റ്റേഷനിലും അത് പ്രശ്നമാണ്. അപ്പം പല കേസിനകത്ത് വരുമ്പോൾ ഇത് ഏതാണ് സത്യം എന്താണെന്ന് മനഃപൂർവ്വം പറയും. ഇപ്പം പാലക്കാട്ടെ നമുക്കിപ്പോൾ ആ സംഭവത്തിനകത്ത് ആ കുട്ടി മരിച്ചുപോയി. ആ കുട്ടി മരിച്ചപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് അതിനകത്ത് സെക്ഷൽ അബ്യൂസ് ഉണ്ടായെന്ന് മനസ്സിലായത്. പക്ഷേ ആരാണ് എന്താണെന്ന് ആ കുട്ടിയോട് ചോദിക്കാൻ അവസരം നഷ്ടപ്പെട്ടു. പക്ഷെ അവസരം ഉണ്ടായിരുന്നുവല്ലോ. ആ പെൺകുട്ടി മരിച്ച കുട്ടി പറയുന്നു അവിടേക്ക് ആ ദിനം ജ്യേഷ്ഠത്തി മരിച്ച ദിവസങ്ങളിൽ അവിടെ വന്നുപോയ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് കുട്ടി ആ ഒരു പക്ഷേ അവളെ ഫീഡ് ചെയ്തു അല്ലെങ്കിൽ ആസൂത്രിതമായ പെൺകുട്ടി പറയുന്നതല്ല. ഇത്രയും മൊഴി കൺമുന്നിൽ ഉണ്ടായിട്ട് ആ പോലീസ് സംവിധാനത്തിന് അവിടേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വ്യാപകമായ ഒരു പക്ഷേ പിഴവ് തന്നെയല്ലേ ശ്രീ ജോർജ്? അത് പാളിച്ചു തന്നെയാണ്. പക്ഷേ അത് പോലീസ് ഇനി അതിനകത്ത് അന്വേഷിച്ചിട്ട് എന്താ കണ്ടുപിടിച്ചത്? ആ 2 പേരെ കണ്ടു ചോദിച്ചിട്ടുണ്ടോ? അപ്പം ഞങ്ങൾ അവിടെ ഈ സംഭവം അറിഞ്ഞു വന്നതാണ്. അത് പോലീസ് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത് മുന്നോട്ട് പോകാതിരുന്നത്. പക്ഷേ അവിടെ പോലീസിന് പിഴച്ചുപോയി, അവിടെ തെറ്റിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത്. എന്തായാലും ശരി, ആ 2 ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പല സ്ഥലത്തും ഗ്രാമങ്ങളിലൊക്കെ അപ്പനും അമ്മയും പണിക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ. ആ കുട്ടികളെല്ലാം അടുത്തുള്ളവരൊക്കെ ബന്ധുക്കൾ പ്രത്യേകിച്ചും അവരെല്ലാവരും അവിടെ ഇവിടെയും കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്. കുട്ടികൾ പലതും പറയാറില്ല, അമ്മമാരത് വെളിയിലാക്കാറില്ല. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, തീർച്ചയായും അതാണ് ആ ചോദ്യം. നമ്മൾ ചർച്ചയിലേക്കൊക്കെ വരുമ്പോൾ ചിന്താ ജെറോം, കാരണം ഇവിടെ ഇന്ന് കണക്കുകൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ കേസുകൾ ഈ പോക്സോ വന്നതിന് ശേഷം 1569 കേസുകൾ എടുത്ത് അതിൽ 6% കുട്ടികൾ, അതിൽ 4-നും 6-നും ഇടയിലുള്ളവരാണ് 6% കുട്ടികൾ. കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഗൗരവമായി ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഒപ്പം മാത്രമല്ല 10ഓളം പ്രതികൾ, 10ലേറെ പ്രതികൾ അനാഥാലയങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ, അതിൻ്റെ നടത്തിപ്പുകാരോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ അതിനുമായി ബന്ധപ്പെട്ട് ഇഴചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെയാണ്. ഇത്തരത്തിൽ ഇന്ന് മന്ത്രിയുടെ വാക്കുകൾ പരിശോധിച്ചാൽ കെ ശൈലജ പറഞ്ഞത് ഇത്തരത്തിൽ അനാഥാലയങ്ങൾ അനധികൃതമായി പ്രവർത്തിക്കുന്ന അനാഥാലയങ്ങളുണ്ട്. അവിടെയൊക്കെ കുട്ടികളുടെ സുരക്ഷയിൽ നമ്മൾ ഉത്കണ്ഠ പ്രകടിപ്പിക്കുമ്പോഴും വലിയ അർത്ഥത്തിൽ കാണാപ്പുറങ്ങളിലേക്ക് എത്താവുന്ന പല സംഭവങ്ങളുമുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് നിയമങ്ങൾ കർശനമാണ്, പക്ഷേ ഇപ്പോഴും നമ്മൾ അന്ധകാരത്തിലൂടെ പോകേണ്ടി വരുന്നു. ഇതൊക്കെ കണ്ടില്ല നടിക്കുന്ന ഘടകങ്ങളാണെങ്കിലും വലിയ ജാഗ്രത നമ്മൾ കൊടുക്കുമ്പോഴും ഇങ്ങനെ ഒളിയിടങ്ങളിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ എങ്ങനെ കാണേണ്ടി വരും ചിന്താ ജെറോം ഇന്നത്തെ സാഹചര്യങ്ങളെയും ഈ കേൾക്കുന്ന ഓരോ ദിനത്തിലെയും കണക്കുകളെ? ഭയങ്കര ഭയത്തോടു കൂടിയാണ് ഇത്തരം വാർത്തകളെ നമുക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. അതായത്
പ്രായവ്യത്യാസമില്ലാതെ സ്ത്രീയെ ഒരു ശരീരം മാത്രമായി കാണുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ദിവസേന പുറത്തു വരുന്നത്. നമ്മൾ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ പീഡനങ്ങൾ ഒറ്റനോട്ടത്തിൽ എന്നൊരു ദിവസം പറയേണ്ട അവസ്ഥയിലേക്ക് വിരലിൽ എണ്ണാവുന്നതിനപ്പുറമുള്ള പീഡന വാർത്തകൾ ഒരു ദിവസം തന്നെ പുറത്തു വരികയാണ്. ഏറ്റവും അതിൽ അത്ഭുതകരമായി നമുക്ക് തോന്നുന്നത് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. നമ്മൾ വനിതാ ദിനമായി ആഘോഷിക്കുന്ന ഒരു ദിവസം, ബി ബോൾഡ് ഫോർ എ ചേഞ്ച് എന്ന മുദ്രാവാക്യം ഉയർന്നു കേൾക്കുന്ന ഒരു ദിവസം, കരുത്തയാകുക മാറ്റത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് സ്ത്രീയുടെ ഉടലിന്റെ അവകാശം അവൾക്ക് തന്നെയാണെന്ന് പറഞ്ഞ് നമ്മൾ സ്ഥാപിക്കുവാനുള്ള ശ്രമം നടത്തുന്ന ഘട്ടങ്ങളിൽ പോലും കൊച്ചു കുട്ടികൾ വരെ ഭീകരമായ പീഡനത്തിനിരയാകുന്നു എന്ന വാർത്തകൾ ഭയത്തോടു കൂടി തന്നെയാണ് നാം കാണേണ്ടത്. അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളം പോലെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്ത് നിന്നാണെന്നുള്ളതാണ് അടുത്ത ഞെട്ടലിന് കാരണം. കാരണം കേരളം പല കാര്യങ്ങളിലും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഉയർന്ന രാഷ്ട്രീയ പ്രബുദ്ധതയും സമ്പൂർണ്ണ സാക്ഷരതയും അതോടൊപ്പം തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളെയും ഒക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ കേരളത്തിലെ ഗ്രാമങ്ങളോടും നഗരങ്ങളോടും ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന വിധത്തിൽ, ആ പേരുകളോട് ചേർത്ത് വയ്ക്കുവാൻ പറ്റുന്ന വിധത്തിൽ ഓരോ പീഡന കേസുകൾ കൂടി പുറത്തു വരികയാണ്. ഇതിൽ ഇരയാക്കപ്പെടുന്ന സ്ത്രീക്ക് പ്രായവ്യത്യാസമില്ല എന്നതാണ്. കൊച്ചുകുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, കളിച്ചു നടക്കേണ്ട കുട്ടികളെ, നമുക്ക് വാത്സല്യം മാത്രം തോന്നുന്ന, കൊഞ്ചിക്കുവാൻ തോന്നുന്ന കൊച്ചു കുട്ടികളെ പീഡിപ്പിക്കുവാൻ, ചൂഷണം ചെയ്യുവാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഞെട്ടിപ്പിക്കുന്നത്. അത് ഏത് മേഖലകളിൽ നിന്നാണെന്നുള്ളത് കൂടുതൽ ഞെട്ടിപ്പിക്കുന്നു. അതായത് ആത്മീയ കേന്ദ്രങ്ങളെയൊക്കെ നാം എന്ത് ബഹുമാനത്തോടു കൂടിയാണ് കണ്ടിട്ടുള്ളത്. ആത്മീയ നേതാക്കന്മാരെ ബഹുമാനത്തോടും ആദരവോടും കൂടി കണ്ടിരുന്ന ഒരു നാട്ടിൽ അത്തരത്തിലുള്ള ആത്മീയ ആചാര്യന്മാർ വരെ ഇതിന് പിറകിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ അച്ഛന്റെ വിഷയം തന്നെ പുറത്തു വരുന്ന ഘട്ടത്തിൽ വലിയ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഒരു പെൺകുട്ടിയെ ഭീകരമായി പീഡനത്തിനിരയാക്കി കുട്ടി ഗർഭിണിയാകുന്ന ഘട്ടത്തിൽ ആ കുട്ടിയുടെ പിതാവിലേക്ക് കുറ്റം ആരോപിച്ചുകൊണ്ട് വളരെ മാന്യനായി നടക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബഹുമാനിക്കുന്ന പലരുടെ ഭാഗത്തു നിന്നും, നമ്മൾ ആശ്രയമാണ് എന്ന് കരുതുന്ന സ്ഥലത്ത് നിന്നും, അല്ലെങ്കിൽ വിശ്വാസത്തോടു കൂടി കുട്ടികളെ വിടാമെന്ന് കരുതുന്ന അനാഥ, ഇപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് പോകാൻ കഴിയുന്ന ഒരു ഇടമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലത്ത് നിന്ന് പോലും അവർ ചൂഷണത്തിന് ഇരയാകുന്നു എന്ന വാർത്തകൾ ഞെട്ടലോട് കൂടി തന്നെ വേണം കാണാൻ. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായും. അഡ്വക്കേറ്റ് മിനി, നമ്മൾ ജിഷ സംഭവമൊക്കെ ഉണ്ടായപ്പോൾ ഊറ്റം കൊണ്ട് ചർച്ചകൾ നടത്തി, ഇതാ അതുവഴി ഒരു നിയമം അല്ലെങ്കിൽ ഇടപെടാൻ പോകുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും, അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കർക്കശമാക്കി ഇരകളെ ആ വലയിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ ഇത്തരം ചെയ്തികളിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് എത്താതിരിക്കാനുള്ള നടപടികൾ, ബോധവൽക്കരണം, എന്തൊക്കെ ചർച്ചകളായിരുന്നു. ഈ ദിനത്തിലൊക്കെ ഇന്നുണ്ടാകുന്ന ആവർത്തനങ്ങളെയൊക്കെ എങ്ങനെ മിനിയെ പോലെയുള്ളവർ കാണുന്നു? നിയമമില്ലാഞ്ഞിട്ടാണോ? നിയമത്തിൻ്റെ നടത്തിപ്പിൻ്റെ രീതിയിലെ പിഴവാണോ? എവിടെയാണ് ഇനി ചർച്ചകൾക്ക് ആധാരമില്ല? ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ഹേതു, മൂലഹേതു? അതിലേക്ക് നമ്മൾ പോകണം. മിനി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ താങ്കൾ പറഞ്ഞതാണ്. പോലീസ് നിയമം നടപ്പിലാക്കുന്നതിന് വരുന്ന വീഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നേരത്തെ ആ കൊച്ചുകുട്ടി നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ഒരു കുട്ടി ആണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിലും പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് അന്വേഷിച്ച് കുറ്റവാളികൾക്കെതിരായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടിയെടുക്കാൻ പോലീസ് സംവിധാനത്തിൽ വരുന്ന വീഴ്ച, അതുണ്ടാക്കുന്ന ദുരന്തങ്ങൾ, അതാണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളെല്ലാ കാര്യങ്ങളും പറയുമ്പോഴും പോലീസ് യഥാർത്ഥത്തിൽ പലതും പോലീസിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഫിക്സ് ചെയ്യുകയാണ്. പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളുടെ ഭാഗത്തല്ല പോലീസ്. അവർ യഥാർത്ഥത്തിൽ പലപ്പോഴും പ്രതികളുടെ അനുരഞ്ജന മിഡിൽ മാനുകളായിട്ട് മാറുകയാണ്. പോലീസിനെ സംബന്ധിച്ച് പോലീസിൻ്റെ ഒരു സിസ്റ്റം തന്നെ പൂർണ്ണമായിട്ടുള്ള പുരുഷാധിപത്യവും സ്ത്രീകളോടുള്ള അവരുടെ സമീപനം പുരുഷാധിപത്യ സമീപനം തന്നെയാണ്. ഈ ഒരു കൾച്ചർ ഒരു സർക്കാർ പെട്ടെന്ന് മാറി വന്നതുകൊണ്ടൊന്നും ഇതിനൊരു മാറ്റവും വരാൻ പോകുന്നില്ല. അതിന് അടിമുടി അത് മാറണമെങ്കിൽ തീരുമാനിക്കേണ്ടത് പോലീസ് സംവിധാനം തന്നെയാണ്. പോലീസിന് സർക്കാരുകൾക്ക് അപ്പുറമായിട്ടുള്ള ട്രെയിനിങ് ഉണ്ട്, പോലീസിന് അതിൻ്റെതായിട്ടുള്ള ഒരു കൾച്ചറുണ്ട്. അതെല്ലാ സർക്കാരുകളും വരുമ്പോൾ പോലീസായിട്ട് തുടരുകയാണ്. ഇവിടെ നിയമങ്ങളൊന്നും തന്നെ യഥാർത്ഥത്തിൽ പാലിക്കപ്പെടുന്നില്ല. ഇപ്പം ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. കേരളത്തിലുണ്ടായ രണ്ട് വിഷയങ്ങൾ. ഇപ്പം ജിഷ കേസ്,
ജിഷ കേസിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴും നമ്മൾക്ക് വ്യക്തമല്ല. പോലീസ് അതിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ആധികാരികമായിട്ടുള്ള വിശദീകരണം ഇന്നേ വരെ നടത്തിയിട്ടില്ല. 2, ഇപ്പോൾ നമ്മുടെ നടിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് ശരിക്കും പറഞ്ഞാൽ ജോലി സ്ഥലത്തുണ്ടായിട്ടുള്ള സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. ഇതിനോടൊരു സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഒരു ഭാഗത്തു നിന്നും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. ആദ്യ ദിവസങ്ങളിൽ കുറെ വാർത്തകൾ വന്നു. എന്നിട്ട് പൾസർ സുനി എന്ന് പറഞ്ഞ ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തു. അയാള് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കൃത്യങ്ങൾ ചെയ്തുകൊണ്ട് തുടർച്ചയായിട്ട് സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്ന വിഷയം ചർച്ച ചെയ്യാൻ പോലും ആരും തയ്യാറായിട്ടില്ല. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള സെക്ഷൽ ഹരാസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ നിർദ്ദേശിക്കുന്ന കമ്മിറ്റികളുണ്ടോ? ആരും അത് ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. തൊടാൻ പോലും സിനിമാ മേഖലയിൽ പറ്റാത്ത രീതിയിൽ അതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് നമ്മൾക്ക് എല്ലാവർക്കും വ്യക്തമാകുന്ന രീതിയിൽ പൾസർ സുനി നുണപരിശോധനയ്ക്ക് വിധേയനാവാൻ തയ്യാറല്ല. ഒരു കാര്യവും അയാൾ പുറത്തും വിടുന്നില്ല. ആ ക്രിമിനൽ അയാളുടെ ക്രിമിനൽ സ്വഭാവം കൊണ്ട് തന്നെ അയാൾ ബ്ലാക്ക്മെയിൽ ചെയ്യണം. അത് ആ രീതി ചെയ്തു. ഇപ്പൊ പള്ളിയിലച്ഛൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അച്ഛൻ ചെയ്ത കൃത്യം മാത്രമല്ല, അച്ഛനോട് അനുബന്ധമായി നിന്നിരുന്ന കന്യാസ്ത്രീമാര്, അതുമായി ബന്ധപ്പെടുന്ന ഡോക്ടേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ, എന്തിന് ചിൽഡ്രൻസ് വെൽഫെയർ കമ്മിറ്റി വരെ ഈ കുട്ടികളെ പീഡിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിന് ഒരു നേട്ടവുമല്ല. അതായത് ഈ ചില കൂട്ടുകച്ചവടങ്ങൾ, ആ കച്ചവടങ്ങളുടെ ഭാഗമായി ഈ ഹീനകൃത്യങ്ങൾക്ക് പോലും ഇവരൊക്കെ കുട പിടിക്കുന്നില്ലേ? കാരണം ഇവിടെ അനാഥാലയങ്ങളുടെ കാര്യത്തിലേക്ക് മിനിസ്റ്റർ ഇന്ന് ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വസ്തുതാപരമായിട്ടുള്ള ചില എവിഡൻസ് കൃത്യമായും കാണാം. കാരണം ഒരുപക്ഷെ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി വെക്കുന്ന ആക്ട്, ജുവനൈൽ ജസ്റ്റിസിന്റെ ആക്ടിനൊക്കെ വിധേയമായിട്ട് പ്രവർത്തിക്കേണ്ട അനാഥാലയങ്ങൾ, എല്ലാ അനാഥാലയങ്ങളും ഒരുപക്ഷെ എത്രത്തോളം അതിന്റെ കണക്കുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഈ നിയമത്തിന് വിധേയമായിട്ടാണോ? ഇവിടെ CWDCയുടെ കാര്യം പറഞ്ഞു. ഇവർ തമ്മിലൊരു കൂട്ടുകച്ചവടമുണ്ട് ശ്രീ ജോർജ് ജോസഫ്. അതൊന്നും നമ്മൾ കാണാതെ പോകാതിരിക്കാൻ നമുക്ക് കഴിയുമോ? അല്ല, കൂട്ടുകച്ചവടം കൊണ്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അച്ഛൻ്റെ കേസിനകത്ത് എനിക്കൊരു ഭയമുള്ളത്, ഈ റേപ്പിനുള്ള എവിഡൻസ് ഒന്നും ഇനി ലഭിക്കത്തില്ല, അങ്ങനെ ഒരു സംഭവമില്ല. ആ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ പ്രസവിച്ച കുട്ടി അച്ഛൻ്റെ അല്ലെങ്കിൽ തീർന്നില്ലേ പ്രശ്നം? ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യമാണത്. അച്ഛൻ നല്ല ക്ലവറാണ്, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളതാണ്. താങ്കൾ പറയുന്ന ക്രിമിനൽ ഗൂഢാലോചനയുടെ അതൊക്കെയും അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ താങ്കൾ സംശയിക്കുന്ന പോലെ പക്ഷേ കേസിന്റെ മെറിറ്റിനെ പോലും അട്ടിമറിക്കപ്പെടാവുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ആദ്യം പോലെ പറയുന്ന അതാണ്. പിന്നെ അതിനുള്ള സാധ്യത താങ്കൾ കൂടുതലായി കാണുന്നു? ഞാൻ കൂടുതൽ കാരണം അതിനകത്ത് ഏജിൻ്റെ കാര്യത്തിൽ 16 വയസ്സെന്നുള്ളത് തിരുത്തി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പോക്സോയുടെ നിയമത്തിനനുസരിച്ച് ഈ ഏജ് സർട്ടിഫിക്കറ്റിനൊന്നും വലിയ പ്രാധാന്യമില്ല. അത് റേഡിയേഷൻ എക്സാമിനേഷനാണ് നടത്തുന്നത്. അതുപോലെ പല്ലിൻ്റെ വളർച്ച അനുസരിച്ചാണ് ഡോക്ടർമാർ ആ കുട്ടിയുടെ പ്രായം നിശ്ചയിക്കുന്നത്. ഇതിനകത്ത് ആ കുട്ടി ഈ മൊഴി ഈ അച്ഛനാണ് എന്ന് പറഞ്ഞാൽ തന്നെയും നമുക്ക് അച്ഛൻ്റെ കുട്ടിയാണെന്ന് പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു പോലീസ്. അതിന് മുമ്പുള്ള ഒരു എവിഡൻസും ഇല്ല. ഞാൻ അങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്ന നിലയിൽ അതിന് മുമ്പ് റേപ്പിൻ്റെയോ അതിൻ്റെ ആ വിക്ടിമിൻ്റെ അവിടെ നിന്ന് ഏതെങ്കിലും ഡ്രസ്സ് എടുക്കുന്നതായിട്ടോ ഒരു സെമൻ്റെ പാർട്ടി ഒന്നും നമുക്കില്ല. കാരണം അത് നോർമലായി ആ കുട്ടി. പക്ഷേ കുടുംബത്തിൻ്റെ പോലും മൊഴികൾ ആധാരമായി വരില്ല. അതുകൊണ്ട് ഇത് നമ്മൾ വിചാരിക്കുന്ന അത്ര നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊരു കൺവിഷനിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. കാരണം എവിഡൻസ് കുട്ടിയുടെ കാര്യം ഡിപ്പെൻഡ് ചെയ്യും. ആ കുട്ടി അച്ഛൻ്റെ ആണെങ്കിൽ പ്രശ്നം തീർന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പക്ഷേ ഞാൻ ചിന്താ ജെറോം അതായത് ഇവിടെ ഈ ഇന്ന് പ്രകടിപ്പിച്ച ഒരു പക്ഷേ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, കാരണം നിയമവിധേയമല്ലാതെ പ്രവർത്തിക്കുന്ന അനാഥാലയങ്ങളിൽ നിരവധി കുട്ടികൾ അവിടെയൊക്കെ ഉണ്ടാകുന്ന നമ്മളൊന്നും തന്നെ അതിലേക്കൊന്നും തൊടാൻ ഒരുപക്ഷെ തൊട്ടാൽ പൊള്ളുന്നു. ചില സമുദായങ്ങളൊക്കെ തന്നെ കൂടുതലായി നടത്തുന്ന ഈ അനാഥാലയങ്ങൾ ഇവിടെയൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ രീതിയിൽ ഇച്ഛാശക്തിയാണ് അവിടെ പൊളിറ്റിക്കൽ. ഒരു പക്ഷേ ഇത്തരം സംഭവങ്ങളിൽ ഇച്ഛാശക്തി ഒരു സർക്കാർ, ഒരു ഭരണകൂടം പ്രകടമാകണം. താങ്കൾ കൂടി ഉൾപ്പെട്ട ഒരുപക്ഷെ ഒരു സെമി ജുഡീഷ്യൽ ബോഡി അല്ലെങ്കിൽ ഒരു ഇത്തരം ബോഡികൾ പോലും ചെന്ന് പരിശോധനയ്ക്ക് വിധേയമാകാനുള്ള സാഹചര്യങ്ങൾ തള്ളിക്കളയാതെ ഇച്ഛാശക്തി പ്രകടിപ്പിക്കണം. അതൊക്കെ ഒരു അനിവാര്യതയല്ലേ? ഒരു സർക്കാരിൻ്റെ ഒക്കെ തന്നെ ഭരണകൂടത്തിൻ്റെ ഒക്കെ ബാധ്യതകളിൽ ഇതൊക്കെ ഇവിടെ നിറവേറ്റപ്പെടുന്നുണ്ടോ? അല്ല, സംശയമില്ല. തീർച്ചയായും എന്ത് പരിരക്ഷ അവർ കാണിക്കുന്നുണ്ടെങ്കിലും ആ പരിരക്ഷയ്ക്കൊക്കെ അപ്പുറം വസ്തുതകൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ തക്ക വിധത്തിലുള്ള പരിശോധനകളും അതിനാവശ്യമായ ഇടപെടലും തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്.
ഇപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുള്ള കാര്യം, ശൈല ടീച്ചർ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം വളരെ ഗൗരവമേറിയ കാര്യം തന്നെയാണ്. ടീച്ചർ പങ്കുവച്ച ആശങ്ക തീർച്ചയായും എത്ര ഉത്തരവാദിത്വത്തോടു കൂടിയാണ് അവർ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് എന്നതിനുള്ള ഉദാഹരണമായി നാം കാണണം. കാരണം ഇത്തരം മേഖലകളിലാണ് ചൂഷണം നടക്കുന്നതെങ്കിൽ, പെണ്ണിന് നേരെ, സ്ത്രീക്ക് നേരെ എവിടെ ചൂഷണം നടക്കുന്നോ ആ ചൂഷണം എവിടെ നിന്നാണെന്ന് കൃത്യമായി കണ്ടെത്തി അതിനാവശ്യമായ പരിഹാരം കാണുന്നതിനും അത്തരം കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായ പരിശോധനയും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ആവശ്യമായ ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. തീർച്ചയായും. ശ്രീ ഗിരീഷ്, ഇവിടെ നമുക്ക് സമിതികളൊക്കെയുണ്ട്, താങ്കളൊക്കെയുള്ള ഇടപെടൽ അല്ലെങ്കിൽ ബോധവൽക്കരണത്തിൻ്റെ കൗൺസിലിംഗ് ഒക്കെ നടത്തുന്നത്. എന്താണ് ഒരുപക്ഷെ മതപരമായ വീട്ടിൽ സദാചാരത്തിൻ്റെ ഭാഗമായി കുട്ടികൾ ഇന്ന് നേരത്തെ ജോർജോ സാർ സൂചിപ്പിച്ചതുപോലെ മിക്ക കുട്ടികളും ഒരുപക്ഷെ കൂടുതൽ പേരും വീട്ടിൽ പറയാൻ അല്ലെങ്കിൽ പറയുന്നില്ല ഇത്തരം സംഭവങ്ങൾ. ഇവിടെ യത്തീംഖാനയിലെ സംഭവമാണെങ്കിലും ആകസ്മികമായി അവിടെ വന്ന അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ശരീരഭാഷയുടെയൊക്കെ തന്നെ ഭാഗമായി മാത്രം രക്ഷിതാക്കൾ കണ്ടെത്തേണ്ടി വരുന്നു. ഇതൊക്കെ ഒരുപക്ഷെ ഒരു വലിയൊരു അടയാളപ്പെടുത്തലാണോ, തിരുത്തേണ്ട സാഹചര്യത്തിലേക്ക് വരികയാണോ? കാരണം ഇന്ന് മതത്തിൻ്റെ കെട്ടുപാടുകളിൽ വീട്ടിൽ സദാചാരത്തിൻ്റെ ഭാഗമായ ഒരു ചർച്ചകളോ അല്ലെങ്കിൽ ഇതൊന്നും തുറന്നു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം. എവിടെയാണ് തിരുത്തേണ്ടത്? സമിതികൾ മാത്രം പോരാ, അതിനപ്പുറത്തേക്ക് ശ്രദ്ധ ക്ഷണിക്കേണ്ട ഘട്ടങ്ങൾ വരികയാണ്. അവിടെ നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെയൊക്കെ തന്നെ വിലയേറിയ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഒക്കെ തന്നെ തേടുകയാണ്. അത് തേടുകൾ മാത്രമല്ല, കഴിഞ്ഞ നാളുകൾ പോലെ ഇതിനീ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ എന്ത് ഇടപെടലാണ് വേണ്ടത്? ഇതിനുള്ളിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ പലപ്പോഴും വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ പൊതുവായിട്ടുണ്ടായിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ കുട്ടിയെ തന്നെ കുറ്റപ്പെടുത്തലാണ്. അപ്പോൾ ഒരു പീഡനത്തിന് വിധേയമായ കുട്ടി മാനസികമായ മറ്റ് അനവധി പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിൽ കാലാകാലങ്ങളുണ്ടായിരുന്നു. ആ ഒരു മനോഭാവം ഇന്നും മാറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാരണം, ലൈംഗികത ഇന്നും ഒരു അടഞ്ഞ അധ്യായമായി നിൽക്കുന്നത് ഒരു അപകടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും കുട്ടികൾക്ക് പോലും തങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന കാര്യങ്ങളെ ഏത് ഭാഷ ഉപയോഗിച്ച് സംസാരിക്കാം എന്ന് പോലും അറിയാൻ കഴിവില്ലാത്ത ഒരു സെക്ഷുവാലിറ്റി ഒക്കാബുലറി പോലും നമ്മുടെ പൊതുസമൂഹത്തിൽ നൽകിയിട്ടില്ല. അതിനൊക്കെ തന്നെ ഒരു ടാബുവായി കാണുന്ന ഒരു അവസ്ഥ രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തൊരു കാര്യം, നമ്മുടെ പല വീടുകളിലും പല സാമൂഹികമായ കാരണങ്ങളാൽ, ഞാൻ വീട്ടുകാരെ കുറ്റപ്പെടുത്തലല്ല, ബട്ട് പല സാമൂഹികമായ കാരണങ്ങളാൽ ഒരു പ്രോപ്പർ പാരൻറ്റിങ്ങോ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സ്പേസോ കമ്മ്യൂണിക്കേഷൻ സ്പേസോ ഇല്ലാതെ പോകുന്നൊരു പശ്ചാത്തലമുണ്ട്. മിക്കവാറും സംസാരിക്കുന്നത് ഗൃഹപാഠം ചെയ്തോന്നും മാർക്ക് എത്ര കിട്ടിയെന്നോ ഉള്ള ചില കമ്മ്യൂണിക്കേഷൻ. അവിടെ എങ്ങനെ നമുക്കൊരു ഉടച്ചുവാർക്കൽ നടത്താൻ കഴിയും ശ്രീ ഗിരീഷ്? ഇനി അനുവദിച്ചുകൂടല്ലോ. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഈ ഒരു വിവാഹം ഇപ്പോൾ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരു പരിപാടിയാണ് വിവാഹം കഴിക്കൽ നമ്മുടെ സമൂഹത്തിൽ. ബാക്കി ഏത് ജോലിക്കുണ്ടെങ്കിൽ ന്യൂസ് റീഡിങ്ങിന് ക്വാളിഫിക്കേഷൻ വേണം, വക്കീലാവണമെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണം, എല്ലാത്തിനും വേണം. പക്ഷേ ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ലാത്തൊരു ജോലിയാണ് വിവാഹം കഴിക്കൽ. ആ സംവിധാനം മാറണം. ചില അത്യാവശ്യ പരിശീലനങ്ങൾ അനിവാര്യമാണ്. പാരൻറ്റിങ് ഉൾപ്പെടെയുള്ള പരിശീലനങ്ങൾ ശാസ്ത്രീയമായി തന്നെ നൽകേണ്ടതുണ്ട്. അതിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കേണ്ടതും അനിവാര്യമാണെന്ന് തോന്നുന്നു. ജീവിതം പഠിപ്പിച്ചേ പറ്റൂ. മറ്റൊന്ന് ശ്രീ ഗിരീഷ് നേരത്തെ സൂചിപ്പിച്ച ടെക്നോളജി വളർന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ചില നെഗറ്റീവ് ഇമ്പാക്ട്സ്, അതൊന്ന് ഘടകം. മറ്റൊന്ന് ഈ പറയുന്ന ഡ്രഗ്സ് അടക്കം. കാരണം പലപ്പോഴും ചില ക്രൈമുകൾ ഉണ്ടാകുന്നത് അവിടെ ഒരു ക്രിമിനൽ ഗൂഢാലോചനയല്ല, സാഹചര്യങ്ങളുടെ ഒരു പക്ഷേ ആ ഒക്കേഷനിൽ മാത്രം സംഭവിക്കാവും. ദില്ലി പോലും നമുക്ക് ആ അർത്ഥത്തിൽ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സൈബർ സെക്സിന്റെ ഒരു അതിപ്രസരം പ്ലസ് സബ്സ്റ്റൻസ് അബ്യൂസ്, എസ്പെഷ്യലി ആൽക്കഹോൾ അല്ലെങ്കിൽ കനാബിസ്, പലപ്പോഴും ഇതിലേക്ക് പ്രേരിപ്പിടുന്ന, ഇമ്പൾസീവ് ആക്കുന്ന, ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസിനെ വളരെ ഹൈറ്റൻഡ് ആക്കുന്ന പ്രധാനപ്പെട്ട കാറ്റലിസ്റ്റുകൾ തന്നെയെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ കൂടെ നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെയുള്ള ബേസിക് പേഴ്സണാലിറ്റി ഡീവിയേഷൻ അതൊരു പ്രധാന ഫാക്ടറാണ്. അത് പൂർണ്ണമായും സമൂഹത്തിൻ്റെതോ കുടുംബത്തിൻ്റെതോ അല്ലെങ്കിൽ ജനിതകമായ കാര്യങ്ങളാണ്. അതൊക്കെ വളരെയധികം ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട ശാസ്ത്രീയമായ വിഷയങ്ങളാണ്. അതിലേക്ക് പോകേണ്ട സ്പേസ് അല്ല ഇപ്പോഴുള്ളത്. ബട്ട് ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ഡിസോർഡർ, വൈകൃതമുള്ള സ്വഭാവങ്ങൾ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അത്തരം കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ചേരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവേണ്ടതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ ഒരു ഇമോഷണലായിട്ട് നമ്മൾ സെൻസിറ്റീവായിട്ട് കണ്ടു കളയുന്നതിന് പകരം ഇത്തരം കാര്യങ്ങളിൽ വളരെ സ്ട്രക്ചേർഡായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും. അഡ്വക്കേറ്റ് ബിനി,
2000 തൊട്ട് ഈ നമ്മൾ കേസിൽ ഈ കർക്കശമാക്കാൻ വേണ്ടി ഒരു നിയമങ്ങൾ പരിഷ്കരിച്ചു. അത് പോക്സോ വരെ നിയമത്തിൻ്റെ അല്ലെങ്കിൽ വകുപ്പുകളുടെ തീവ്രത ആ തലത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അവിടെ പറയുമ്പോൾ നമ്മളൊരു പൊളിച്ചെഴുത്ത് അല്ലെങ്കിൽ അതൊന്നുമേ നമുക്ക് സാധ്യമല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ്. അവിടെ പോലീസിനോ അല്ലെങ്കിൽ ഭരണകൂടത്തിനും അപ്പുറത്തേക്കുള്ള ഇടപെടൽ തേടുമ്പോൾ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ പൊതുസമൂഹത്തിലെ അല്ലെങ്കിൽ വീട്ടിൽ നിന്നടക്കം ഒരു മാറ്റത്തിൻ്റെ തലത്തിലേക്ക് കാര്യങ്ങൾ മാറണം. അതിനൊക്കെ എന്ത് ഇടപെടലാണ്, ആരുടെയൊക്കെ തന്നെ കൈകോർത്തുള്ള മുന്നോട്ട് പോക്കാണ് ഇനി ആവശ്യം? കാരണം ഇനിയും ചർച്ചകൾ ചെയ്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ CWC അടക്കം വലിയ അതിൻ്റെ പിഴവുകൾ അത് പൊളിച്ചെഴുതേണ്ട സാഹചര്യം നമ്മൾ അല്ലെങ്കിൽ അനിവാര്യതയിലേക്ക് എത്തിയിരിക്കുന്നു. ഇങ്ങനെ എന്ത് മാറ്റമാണ് വേണ്ടത് അഡ്വക്കേറ്റ് മിനി? ഈ പോസ്കോ ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഏതൊരു വ്യക്തിനെയാണെങ്കിലും ആൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല. ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ സ്വാധീനിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ കാണണം. മാത്രമല്ല അതിനുശേഷം അവർ വീട്ടുകാരെ സ്വാധീനിക്കുന്നു, കുട്ടികളുടെ ഞാൻ വല്ലാർപാടത്തുണ്ടായ ഒരു കേസിൽ അവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള ആളുകളും പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിക്ക് അവരുടെ ജീവിതത്തെ അത് ബാധിക്കില്ലേ എന്നുള്ളതാണ്. പെൺകുട്ടിക്ക് അവരുടെ വിവാഹത്തെയും, അത് ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ആ കുട്ടീനെ നിരന്തരമായ പീഡനത്തിന് വിധേയമാക്കിയ പ്രതിയെ കോംപ്രമൈസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെക്ഷൽ വൈകൃതം എന്നല്ല പറയണത്, ഇതിനെ നമ്മൾ നാടൻ ഭാഷയിൽ പറയണം. ഇവർക്കൊക്കെ ആ കാര്യം എങ്ങനെയാണെന്നറിയാമോ? അത് രാവിലെ കുട്ടീനെ കൊണ്ടുപോകുമ്പോൾ അയാളുടെ കുട്ടിയോടൊപ്പം ഇദ്ദേഹം പോവുകയും ആ സ്കൂളിൽ ചെന്നിട്ട് സ്കൂളിലാണ് കുട്ടീനെ റേപ്പ് ചെയ്യണത്. അത് മാത്രമല്ല ആളുടെ ജോലി സ്ഥലത്തേക്കും കെട്ടിലേക്കൊക്കെ കൊണ്ടുപോയി കുട്ടീനെ നിരന്തരമായിട്ട് ഉപയോഗിക്കുകയാണ്. അത് രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ കൂടിയാണ്. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിലനിൽക്കുന്ന ആളുകൾ പോലും പെൺകുട്ടികളെ ഇത്തരത്തിലുള്ള പീഡനത്തിന് വിധേയമാക്കിയാൽ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ തങ്ങളെ രക്ഷിക്കുമെന്നുള്ള ഒരു അമിതമായിട്ടുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അപ്പൊ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇവർക്ക് നമ്മൾ ശിക്ഷ കൊടുക്കുന്ന ചില കൃത്യങ്ങൾ ഇല്ലാതാക്കുന്ന അല്ല, ചില ആളുകൾ അത് അങ്ങനെയല്ല എന്ന് പറയും. പക്ഷെ ശിക്ഷയോടുള്ള ഒരു പേടി ഉണ്ടാവണം. പോസ്കോ ആക്ട് പ്രകാരം ഇപ്പൊ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ 2ാം ദിവസം ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ തീർന്നല്ലോ. അപ്പൊ ജാമ്യം കൊടുക്കാതെ ഇത്തരം ആളുകളെ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിക്കാനും ഈ ട്രയൽ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അവർക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റഡി തന്നെ കൊടുക്കണം എന്ന നിലയിൽ നമ്മൾ കാര്യങ്ങൾ മാറ്റണം. മാത്രമല്ല ഇത്തരം കമ്മിറ്റികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള കോൺസ്പിറസിയോ അത്തരം കാര്യങ്ങൾ ചെയ്താൽ അവരെയും ശിക്ഷിക്കുന്നതിനുള്ള ഒരു നടപടി ഉണ്ടാവണം. ഇതുകൊണ്ട് ഇതൊക്കെ രാഷ്ട്രീയമായി വരുന്ന സമയത്ത് എല്ലാം മാറും. എൻ്റെ ആളുകൾ, എൻ്റെ പാർട്ടിക്കാർ എന്ന നിലയിലുള്ള ചിന്ത മാറ്റിയിട്ട് പെൺകുട്ടികൾക്കെതിരായിട്ട്, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്കെതിരായിട്ടുള്ള ഒരു തരത്തിലുള്ള ആക്രമണവും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ്. അത് കർശനമായിട്ട് സമൂഹത്തിൽ ആ ബോധ്യത്തിലേക്ക് വരണം. നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണത്. ഇപ്പൊ ഇരിക്കുന്ന 2 ഉദ്യോഗസ്ഥരെ എനിക്കറിയാവുന്ന അവർ പറയണം. കാരണം ഒരു കുട്ടിക്ക് സൂര്യനെല്ലി കേസിൽ ജഡ്ജ്മെന്റ് ഉണ്ടായപ്പോൾ ജസ്റ്റിസ് ശങ്കരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം അത് എത്ര കറക്റ്റായിട്ട് പറഞ്ഞു. ഒരു പെൺകുട്ടി ഒരിക്കൽ പീഡിപ്പിക്കപ്പെട്ടാൽ അവരുടെ മരണം വരെ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും അവരുടെ ആ ഒരു വേദനയും അവരുടെ മരണം വരെ നിലനിൽക്കുന്നുള്ള അവരുടെ എല്ലാ ഫീൽഡുകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും അത് പ്രതിഫലിച്ചു വരും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കുട്ടികളാണാലും പെണ്ണായാലും ഇന്ന് കേരളത്തിൽ വ്യത്യസ്തമൊന്നുമല്ല നമ്മൾ കാണുന്നത്. ഏത് കുട്ടികളാണെങ്കിലും ആ കുട്ടികൾ വളരുന്ന ഒരു സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ച് വലിയ രീതിയിൽ ചെയ്യാവുന്ന ഒരു പ്രായത്തിലാണ് ഇത്തരത്തിലൊരു ഹരാസ്മെന്റ് ഉണ്ടാവുന്നത്. അത് അവരുടെ മനസ്സിനെ തകർക്കും, അവരുടെ ജീവിതത്തെ തകർക്കും, അവർക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ പ്രവർത്തനത്തെയും അത് തകർക്കുകയാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ കർക്കശ നടപടി. അതിപ്പോ എത്രയോ വനിതാ സംഘടനകളുണ്ട്. തന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു ആളാണെങ്കിൽ വനിതാ സംഘടനകൾ മൗനം പാലിക്കേണ്ട എന്ത് കാര്യം ഇരിക്കണേ? സ്ത്രീകളുടെ വിമോചനത്തിനും അവരുടെ സംരക്ഷണത്തിനു വേണ്ടി വനിതാ സംഘടനകൾ, അല്ലാണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയല്ല. ഞാൻ പുത്തൻവേലിക്കൽ ഇതുപോലെ ഒരു കഴിഞ്ഞ ദിവസം ശിക്ഷിക്കപ്പെട്ട ഒരു അച്ഛനുണ്ടായിരുന്നു. ഇത് ഈ കുട്ടീനെ നിരന്തരമായിട്ട് ഉപയോഗിക്കാം. ആ ഉപയോഗിച്ചതിന് ശേഷം അവിടെ എന്താ നിലപാടെടുത്തത്? രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഈ അച്ഛനെതിരെ പറയാതെ വനിതാ സംഘടന എല്ലാവരും മാറി നിന്നു. എന്തൊരു ബുദ്ധിമുട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഈ വിഷയം ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പോലും തയ്യാറായില്ല. ഇതൊക്കെ വോട്ട് ബാങ്ക് എന്ന നിലയിലേക്കാണ്. എങ്ങനെയാണ് സാമൂഹ്യ മാറ്റം ഉണ്ടാകുന്നത്?
സാമൂഹ്യ മാറ്റത്തിന് ഇപ്പൊ ഇന്റർനാഷണൽ വിമൻസ് ഓർഗനൈസേഷൻ പറഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ UN പറഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞാൽ മാത്രമേ, അങ്ങനെയല്ലല്ലോ നമ്മൾ കാണുന്നത്. നമ്മൾ ഏത് ഭരണകൂടത്തിനും ഒരു ഉത്തരവാദിത്വമുണ്ട് സാമൂഹികമായിട്ടുള്ള ചേഞ്ച്. ശ്രീ ജോർജ് ജോസഫ്, അവിടെ പൊളിറ്റിക്കൽ കോംപ്രമൈസിലേക്ക് ഇങ്ങനെ പോകരുത്. കാരണം ആ പോയതിന്റെ ഒക്കെ തന്നെ മുൻകാല അനുഭവം ഉണ്ടെങ്കിൽ അതിന്റെ കൂടി ഒരു പക്ഷേ സാവകാശം പോലീസും തേടുന്നുണ്ടാവും. അതൊക്കെ ഒരു കാരണങ്ങളായി ഭവിക്കുന്നുണ്ടെങ്കിൽ ഇനി അതിനൊരു സാധ്യത പോലും ഉണ്ടാകരുത്. അത്തരത്തിലേക്ക് വരണമെങ്കിൽ ആ ഉള്ള നിയമങ്ങളെ നടപ്പിലാക്കണം. നിയമങ്ങളൊക്കെ തന്നെ കർശനമാണ്. അതൊക്കെ നടത്തിപ്പിക്കാനുള്ള ഇച്ഛാശക്തി പൊളിറ്റിക്കലായി തന്നെ ഉണ്ടാകണം. അതിനുള്ള ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുകൂടി നമ്മളതിനെ ബോധപൂർവം ഇങ്ങനെ ഒരു പക്ഷേ തമസ്കരിക്കുകയാണോ ഇനി വേണ്ടത്? താങ്കൾ അഡ്വക്കേറ്റ് മിനി സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളും ഇനി തമസ്കരിക്കാൻ കഴിയില്ല, അത്രത്തോളം ജീർണിച്ചിരിക്കുന്നു. അല്ല, മിനി പറഞ്ഞ വളരെ കാരണം ഈ കുട്ടികളെ പീഡിപ്പിച്ച ഏതെങ്കിലും കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അയാൾ ജാമ്യത്തിൽ പോകാൻ പാടില്ല. ആ കേസ് 90 ദിവസത്തിനകം, കഴിവുള്ളിടത്തോളം 90 ദിവസത്തിനകം ചാർജ് കൊടുത്തിട്ട് അത് ശിക്ഷിപ്പിക്കണം. ഒരു അങ്കിൾ മാത്രം ഒരു കേസിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ജാമ്യത്തിൽ വരെ ഇറങ്ങാൻ പാടില്ല. അത് അഡ്വക്കേറ്റ് മിനി പറഞ്ഞത് വളരെ കർശനമായിട്ട് പോലീസും കോടതികളും ഒരു പരിധി വരെ അതിനൊക്കെ സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ പല സന്ദർഭത്തിലും പറഞ്ഞപ്പോൾ എന്നെ പലരും കളിയാക്കിയിട്ടുണ്ട്. കാരണം ഹോമോസെക്ഷുവാലിറ്റി വളരെ കൂടുതലാണ്. ഞാൻ ഈ 2 കേസ് ഞാൻ ഈ ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന സമയത്ത് ഞാൻ അന്തം വിട്ടുപോയി. അത് കാരണം ഭക്തി മാർഗത്തിലെ എല്ലാ അമ്പലത്തിലും പോകുന്ന ഒരു കൊച്ച്, അയലൊക്കത്തെ ഒരു 45 വയസ്സുകാരന്, അവർക്ക് അപ്പനും അമ്മയും വലിയ ഭക്തിക്കാരാണ്. ആറ്റുകാൽ പൊങ്കാലിൽ അടുത്തുണ്ടായ സംഭവമാണ്, റിപ്പോർട്ടർ കേസാണിത്. അപ്പനും അമ്മയും വലിയ ഭക്തിക്കാർ, കൊച്ചിനെ പോയി എല്ലാ അമ്പലത്തിൽ പോയപ്പോൾ അടുത്ത വീട്ടിലുള്ള ഒരു 45കാരൻ കൊച്ചിനെ കൊണ്ട് എല്ലാ സ്ഥലത്തും പോകും. ഇവർ ഭക്തിമാർഗമല്ലേ, എല്ലാ അമ്പലത്തിൽ പോയി. അവസാനം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് റെയിൽവേ ക്രോസിൻ്റെ അവിടെ മരിച്ചു കിടന്നു. ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് കണ്ട് ഞാൻ അതിൻ്റെ ഗൂഹ്യഭാഗം പൊട്ടി അവിടെ ചാല ഒഴിച്ച് കിടക്കുകയാണ് ഹോമോസെക്ഷുവാലിറ്റി. അതിൻ്റെ ഒരു കൾപ്രിറ്റ് ആത്മഹത്യ ചെയ്തു, ഒരുത്തൻ ജയിലിലും പോയി. അപ്പം ഞാനിത് പറയാൻ കാരണം, അതുപോലെ ഈ തമ്പാനൂർ ഈസ്റ്റ് ഫോർട്ടിൽ ഇവിടെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ PA ആയിരുന്ന ഒരാളുടെ മകൻ, ഒരു 16 വയസ്സുള്ള കുട്ടി, അന്ന് ഈ ബസ് സ്റ്റാൻഡുകളിലുള്ള എല്ലാ ലാറ്ററും അതുപോലെ ലാബറട്ടറി എല്ലായിടത്തും 100 കണക്കിന് ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ മൂത്രം ഒഴിക്കാൻ കയറിയ പയ്യന്മാരെ പിടിച്ചിരിക്കും. ആ കുട്ടി മരിച്ചു. ഇവിടെ റിപ്പോർട്ടർ കേസാണത്. ഞാൻ അന്ന് ഫോർട്ട് CA ആയിരുന്ന സമയത്തുള്ളതാണ്. റിപ്പോർട്ടർ കേസാണ് അത് ആർക്കും മനസ്സിലാകുന്നില്ല. പക്ഷേ കറക്റ്റായിട്ട് അതിനകത്ത് ഒരു പോലീസുകാരനുണ്ടായിരുന്നു, ഒരു ഗൾഫുകാരനുണ്ടായിരുന്നു. നമ്മളിത് മനസ്സിലാക്കും. നമ്മുടെ സമൂഹം വളരെയധികം മാറിയിരിക്കുന്നു. അതിലോട്ട് രാഷ്ട്രീയക്കാരും എത്തുന്നില്ല, മറ്റു സാമൂഹിക പ്രവർത്തകരും എത്തുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ അവിടെ ഇവിടെ ചർച്ച ഇത് നമ്മൾ നോക്കണം. അതുകൊണ്ട് ഞാൻ പറയണത് ഏറ്റവും പാവപ്പെട്ട കുട്ടികളാണ് ഇപ്പോൾ ഈ വിക്ടിമായി കൂടുതൽ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്കൊരു ചെക്ക് ഉണ്ടാകണം. അവരെ സംരക്ഷിക്കാനുള്ള പഞ്ചായത്ത് തോറുമെങ്കിലും ഞാൻ പറയണത് ഒരു സംവിധാനം വേണം. പണിക്ക് പോകുന്നവരെ കുട്ടികളെ നോക്കാനും അവിടെയൊക്കെ നമുക്ക് പീരിയോഡിക്കൽ പോലീസും മറ്റൊരു സാമൂഹിക പ്രവർത്തകരും സോഷ്യൽ വെൽഫെയർ ബോർഡൊക്കെ ചെക്കിങ് നടക്കട്ടെ. അപ്പം കുറേ നമുക്ക് കുറയ്ക്കാൻ പറ്റും. തീർച്ചയായും തണുത്തുറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ തണുത്ത മട്ടിൽ ഇരിക്കുന്ന ഇത്തരം സമിതികളെ ഉണർത്തേണ്ടതിന്റെ സാഹചര്യം കൂടി ഉയരുകയാണ്. ചിന്താ ജെറോം, ഇനി ഈ സർക്കാരിന്റെ ഒക്കെ തന്നെ ഇടപെടൽ, കാരണം ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ ഒരുപക്ഷെ സർക്കാർ നേരിടേണ്ടി വരും ഇത്തരം സാഹചര്യം. കാരണം അല്ലെങ്കിൽ ഒരു പീഡനങ്ങൾ വർദ്ധിക്കുന്നു, സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല. പക്ഷേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചില സർക്കാരിന് ഉള്ള പരിമിതികൾക്ക് അപ്പുറത്തേക്ക് സമൂഹത്തിന്റെ മൊത്തമായ ഒരു കൂട്ടായുള്ള ഇടപെടൽ വേണം. അതിനെന്തൊക്കെ ഈ പല സമിതികൾ പഞ്ചായത്ത് തലത്തിലൊക്കെ തന്നെ രൂപീകരിക്കപ്പെട്ട സമിതികൾ ഇതൊന്നുമേ ഒരു ചത്ത് മരവിച്ച അല്ലെങ്കിൽ അവസ്ഥ, CWCയുടെ കാര്യം, അവിടെ വേണ്ട പൊളിച്ചെടുത്തുകൾ, ഇതൊക്കെ നമുക്ക് മുന്നിൽ ഒരു ഉദാഹരണങ്ങളായി സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം 9 മാസം കൊണ്ടൊരു വലിയ മാറ്റം നമുക്ക് പൊതുബോധത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള ധാരണ വച്ചു പുലർത്തുന്നത് നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട്, സ്ത്രീയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, അല്ലെങ്കിൽ പെൺ ശരീരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിനകത്ത് മാറ്റം വരുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഇത് സംബന്ധിച്ച് ഒരു അറുതി വരുത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള വിവിധ വേദികൾ, വിവിധ ഫോറങ്ങളുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. തീർച്ചയായും അഡ്വക്കേറ്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പെണ്ണിന് നേരെ, സ്ത്രീക്ക് നേരെയുള്ള പ്രശ്നങ്ങൾ ഉയരുന്ന ഘട്ടങ്ങളിൽ നമ്മൾ, കാരണം അവിടെ അപകടകരമായ കാര്യം
വനിതാ സംഘടനകൾ പോലും ഒരുപക്ഷെ കോംപ്രമൈസിങ്ങിന് തയ്യാറാകുന്നു എന്നൊരു ആരോപണം കേൾക്കേണ്ടി വരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അത് ഏത് ഒരുപക്ഷെ ആരോപണ വിധേയനാകുന്നവർ ഏത് സംഘടനയാണെങ്കിൽ ഒരു വിൽനെസ് ഒരുപക്ഷെ കാണിക്കുന്നുണ്ട്. അതൊരു നല്ല രീതിയിൽ അതൊക്കെ ഇനി വേണ്ടത് ഈ പൊളിച്ചെഴുത്തലുകളിലേക്ക് വരണം. അല്ലെങ്കിൽ സമരമോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നുള്ള അല്ലെങ്കിൽ കുടിപിടിച്ച് അല്ലെങ്കിൽ സംസാരമോ ഒന്നുമല്ല. ഒന്നുമേ ഒരു കാരണങ്ങളിലേക്ക് വരുന്നില്ല, ഒരു ഉപാധിയായി മാറുന്നില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ 3 നാൾ നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തയും. അല്ല, രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനാ സ്വാധീനമുള്ളത് കൊണ്ടോ ഒരിക്കലും പ്രതി രക്ഷപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. കാരണം ഇത്തരത്തിൽ കുറ്റം ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉയർത്താൻ കഴിയില്ല. അവർ കുറ്റവാളികൾ തന്നെയാണ്, അവർ പ്രതികൾ തന്നെയാണ്, അവർ സ്ത്രീയെ വേട്ടയാടുന്നവർ തന്നെയാണ്. അവരെ തീർച്ചയായും നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാം ചിന്തിക്കേണ്ട കാര്യമാണ്. അതിനുവേണ്ടി വളരെ ശക്തമായ ഇടപെടൽ എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരണം. നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, പാട്രിയാർക്കി എന്ന് പറയുന്നത് പുരുഷൻ മാത്രം അടങ്ങുന്ന ഒരു സംവിധാനമല്ല. പുരുഷ മേധാവിത്വം ഉള്ളത് പുരുഷനിൽ മാത്രമല്ല, പലപ്പോഴും സ്ത്രീയുടെ ഉള്ളിൽ പോലും നമ്മൾ അറിയാതെ പുരുഷ മേധാവിത്വം കടന്നുകൂടുന്നുണ്ട്. അപ്പോൾ ഈ പുരുഷ മേധാവിത്വത്തെ, പാട്രിയാർക്കി, അത് സ്ത്രീയുടെ ഉള്ളിലായാലും പുരുഷന്റെ ഉള്ളിലായാലും അതിനെ ഉടച്ചെറിയുവാൻ കഴിയുമ്പോൾ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾക്കൊരു അറുതി കണ്ടെത്താൻ കഴിയുന്നത്. പിന്നെ ഈ കൊച്ചുകുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായി മാനസികമായിട്ടുള്ള ശക്തിയില്ലായ്മ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ദൗർബല്യമാണ്. അത് കൂടുതൽ വിശദമായി ഡോക്ടർക്ക് പറയാൻ കഴിയും. മാനസികമായി അവർക്കുള്ള ഈ അനാരോഗ്യം കൃത്യമായി മനസ്സിലാക്കുവാനും ചികിത്സിക്കുവാനും ബോധവൽക്കരണങ്ങളും, ഒരു ഭാഗത്ത് നിയമം കർശനമാക്കുകയും മറുഭാഗത്ത് ബോധവൽക്കരണങ്ങൾ, അത് ചെറുപ്രായത്തിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ സ്കൂളുകളിൽ നിന്നും പറ്റുന്ന എല്ലാ വേദികളിൽ നിന്നും കൃത്യമായും ബോധവൽക്കരണങ്ങൾ നടത്തുക എന്നത് വളരെ ആവശ്യകരമായിട്ടുള്ള കാര്യമാണ്. പണ്ടൊക്കെ നമ്മൾ കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ വായനശാലയിലേക്ക് പോകുന്നുണ്ടോ എന്ന്. പക്ഷെ ഇപ്പോൾ ആരും തിരക്കാറില്ല, മകളെ നീ വായനശാലയിലേക്ക് പോയോ എന്നുള്ളത്. തീർച്ചയായും വായനശാലയിലേക്ക് കുട്ടികൾ പോകേണ്ട ഒരു ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. കൂടുതൽ വായിക്കുക, പൊതുസമൂഹത്തെ കൂടുതൽ അറിയുക, ലോകത്തെ കൂടുതൽ അറിയുക. സ്ത്രീ എന്ന് പറയുന്നത് ദൂരെ നിന്ന് കാണേണ്ട ഒരു പളുങ്കുപാത്രമായിട്ട് ഉള്ള കാഴ്ചപ്പാട് ചെറുപ്പത്തിലെ വളർത്തിയെടുക്കുന്നത് കൊണ്ടാണ് ഇവളുടെ ശരീരം എന്തെന്നറിയാൻ ഒരു ആഗ്രഹം വരുന്നത്. അത്തരത്തിലുള്ള വ്യത്യസ്തതകൾക്കപ്പുറം സ്ത്രീയെയും പുരുഷനെയും തുല്യതയിലേക്ക് കാണുന്ന ഒരു സംസ്കാരം ചെറുപ്പത്തിലെ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് തന്നെ വളർത്തിയെടുക്കുവാനുള്ള ഇടപെടലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. തീർച്ചയായും ഡോക്ടർ, ഈ മാനസികാവസ്ഥയുടെ ഒരു മാറ്റം, അതിൻ്റെ കാഠിന്യം ഉണ്ടായത് അത് എന്തുകൊണ്ടായിരിക്കാം? ഒരുപക്ഷെ രോഗമറിഞ്ഞുള്ള ചികിത്സ, ആ ചികിത്സ സങ്കീർണത അല്ലെങ്കിൽ ഒരു വലിയൊരു സങ്കീർണമായ ഒരു തലമാണോ, അതോ നമുക്ക് നിയമങ്ങളൊക്കെ വെച്ച് കൈകാര്യം ചെയ്താൽ അത് നിൽക്കും എന്ന ബോധ്യമൊക്കെ നിങ്ങളുടെയൊക്കെ തന്നെ മുന്നിലേക്ക് വരുന്ന ഒരുപാട് കേസുകൾ കാണും, ഒട്ടനവധി കേസുകൾ. അതിൽ നിന്നൊക്കെ ഒരു സംക്ഷിപ്ത രൂപം ഇതിൻ്റെയൊക്കെ തന്നെ കാതലായ കാരണങ്ങളിലേക്ക് പോയാൽ തിരഞ്ഞാൽ, ഈ പീഡോഫീലിയ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെ പീഡിപ്പിക്കൽ എന്ന് പറയുന്നത് വളരെ ഒരു കമ്പൾസീവായിട്ട് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ചെയ്യുന്ന വളരെ ചുരുങ്ങിയ ചില ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ തന്നെ മെൻ്റൽ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാളുണ്ടായിരുന്നു. അയാൾ ചില സ്കൂൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ പോയിട്ട് ചെയ്യുകയും അയാളെ തല്ലി ജനം ഒതുക്കുകയും പോലീസ് കോടതി ശിക്ഷിച്ച് ജയിലിലാക്കുകയും വീട് കത്തിക്കുകയും അയാളെ വീട്ടുകാരെ തല്ലുകയും വീണ്ടും പുറത്തിറങ്ങുമ്പോൾ വീണ്ടും ഇത് തന്നെ ചെയ്യുന്ന വളരെ കമ്പൾസീവ് പിഡോഫീലിയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന കേസുകൾ വരുന്ന ആൾക്കാർ ഇവരൊക്കെ തന്നെ ഈ കമ്പൾസീവ് പിഡോഫീലിയുള്ള ആൾക്കാരല്ല. ഇവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഹൂക്ക് ഓർ ക്രൂക്ക് പ്ലഷർ കണ്ടെത്തുക. അപ്പം ഈ സൈബർ സെക്സിലൂടെ കിട്ടുന്ന കണ്ടന്റ് മനസ്സിൽ കിടക്കുന്നു. അതിനെ കൂടുതൽ തീവ്രതയിലെത്തിക്കുവാൻ സഹായിക്കുന്ന വിധത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളോ ആ വ്യക്തിത്വ വൈകല്യത്തിന് വീര്യം പകരുന്ന വിധത്തിലുള്ള ലഹരികളുടെ കൂട്ടായ്മകൾ, ആ ചേരുവകകൾ ചേരുന്ന ഒരു അവസരത്തിലുണ്ടാകുന്ന ലൈംഗിക വൈകൃതങ്ങളാണ്. അപ്പോൾ ഇത്തരം കേസുകളെ മുഴുവൻ തന്നെ പിഡോഫീലിയ എന്ന് നമുക്കൊരു സൈബർ ഒരു ഘടകമാണ്, സൈബർ സെക്സ് ഒരു ഏറ്റവും പ്രധാന ഘടകം തന്നെ എന്നുള്ളത് ഒരു സംശയവും വേണ്ട. കാരണം ഒത്തിരി നല്ല മരുന്ന് അവിടേക്ക് അവിടെ അത് പ്രിവെന്റ് ചെയ്യപ്പെടേണ്ടത്, അവിടെ അതിനെ പരിമിതിപ്പെടുത്തേണ്ടത്, അതിനെ കൗണ്ടർ ചെയ്യേണ്ട മറ്റു ചില ബിഹേവിയേഴ്സ് ഉണ്ടാക്കേണ്ടതൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇതിനെ കണ്ടേ പറ്റുള്ളൂ. പീഡോഫീലിയ, കമ്പൾസീവ് ആയിട്ടുള്ള പീഡോഫീലിയ എന്ന് പറയുന്നത് ഒരു വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. പക്ഷേ ഇവിടെ കാണുന്ന മിക്കവാറും ബഹുഭൂരിപക്ഷവും അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ്. തീർച്ചയായും. അഡ്വക്കേറ്റ് മിനി, ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഈ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ഓരോ വിഭാഗങ്ങളുടെയും നിരീക്ഷണങ്ങളാണ്. പക്ഷേ ഇനി നമുക്ക് സൂചിപ്പിച്ചതുപോലെ
ഒരു പൊളിച്ചെഴുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഇടപെടാൻ സർക്കാരിന് മുന്നിലേക്ക് നമ്മൾ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ എല്ലാവരുടെയും കൂട്ടായ്മ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനിതാ സംഘടനകളുടെ വേണം, സൈബർ, ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ഘടകമാണ് ഇന്നത്തെ സൈബർ കുറ്റകൃത്യങ്ങൾ. അത് പക്ഷേ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പോലും അല്ലെങ്കിൽ അതിൻ്റെ കേസുകളിലേക്കൊക്കെ പോകുമ്പോൾ നൂലാമാലകൾ ഏറെ, തടസ്സങ്ങളൊക്കെ ഏറെ. ഒപ്പം തന്നെ നേരത്തെ ഇവിടെ ജോർജ് ജോസഫ് സൂചിപ്പിച്ചത് പോലെ ചില കേസുകൾ വരുമ്പോൾ നിർണായകമായ തെളിവുകളൊക്കെ തന്നെ മറയ്ക്കപ്പെടുന്നു. ഇനി ഈ കൊട്ടിയൂർ കേസിലാണെങ്കിൽ പോലും സംഭവിക്കാൻ പോകുന്ന വലിയൊരു അപകടകരമായ അവസ്ഥയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എങ്ങനെ ഈ സമൂഹത്തിലേക്കുള്ള അല്ലെങ്കിൽ ഒരു കാരണം വേണം, അല്ലെങ്കിൽ ഇനിയൊരു പുതിയ നിയമം രൂപപ്പെടണമെങ്കിൽ അത് ഏത് രീതിയിലാണോ? അത് സംസ്ഥാന സർക്കാരാണോ ചെയ്യേണ്ടത്? കേന്ദ്രത്തിലൊരു പക്ഷേ ദില്ലി പീഡനം വന്നപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട വിശാലാർത്ഥത്തിലുള്ള ഒരു നിയമം എങ്ങനെ വേണം കാര്യങ്ങൾ? പക്ഷെ വേറൊരു കാര്യമുണ്ട്. നേരത്തെ താങ്കൾ പറഞ്ഞില്ലേ, കേരളം ഒരു സാംസ്കാരികമായി വളരെ ഡെവലപ്പ് ചെയ്തൊരു ഇതാണെന്ന്. പക്ഷെ കേരളം കപട സദാചാര ബോധത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഒരു സ്ത്രീയും പുരുഷനും ഇപ്പോഴും ഒരുമിച്ച് സ്വകാര്യ ബസ്സുകളിലോ ഒന്നും യാത്ര ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല. കാരണം ഇതൊരു വലിയൊരു വിഷയം തന്നെയാണ് സൊസൈറ്റിയിൽ നിലനിൽക്കുന്നത്. ഈ ബോധം, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള ജെൻഡർ ഡിഫറൻസ് കേരളത്തിന്റെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതിനെ മനസ്സിലാക്കി ഇപ്പൊ കേന്ദ്രം ഒരു നിയമം കൊണ്ടുവരുന്നു. കഴിഞ്ഞ UPA ഗവൺമെന്റിന്റെ കാലത്താണല്ലേ നമ്മൾ നിയമം കൊണ്ടുവന്നത്. ആ നിയമത്തിന്റെ അവസ്ഥ നിർഭയ ആക്ട്. ആ ആക്ടിന്റെ അവസ്ഥ എന്താ? ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്രം തീരുമാനിച്ച ഫണ്ട് ഇതുവരെ ഒരു സംസ്ഥാനങ്ങൾക്കും കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല. പറയുമ്പോൾ രാഷ്ട്രീയം പറയാൻ ഒരുപാട് ആളുകളുണ്ട്. ആളുകൾ പറയും അവര് കൊടുത്തില്ല, ഇവര് കൊടുത്തില്ല, സംസ്ഥാന സർക്കാരിന് എന്തേത് ചെയ്യാൻ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഫണ്ട് ഉണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പരിപാടി എന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ ഫണ്ട് കൊടുക്കണം, അത് നടപ്പിലാക്കണം. അപ്പൊ നിർഭയ എന്ന് പറഞ്ഞ ഡൽഹി കേന്ദ്രീകരിച്ചുണ്ടായിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഈ കേന്ദ്ര ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപയാണ് സ്ത്രീകളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെലവഴിക്കാൻ തീരുമാനിച്ച പദ്ധതി നടപ്പിലാക്കിയത്. പക്ഷെ ഇവിടെ പൈസ കൊടുത്തില്ല. എന്താണ് സ്ത്രീകളോട് ഇത്രമാത്രം ഒരു അവഗണന കാണിക്കുന്നത്? കേരള സംസ്ഥാന സർക്കാരിനും അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. എങ്ങനെയാണ് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത്? എന്തുമാത്രം കമ്മിറ്റികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ വർക്കിംഗ് പ്ലേസുകളിലും കമ്മിറ്റിയൊക്കെ പലതരത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ കമ്മിറ്റികൾ ഒന്നും തന്നെ ഫംഗ്ഷനിങ് അല്ല. പഞ്ചായത്ത് തലത്തിൽ കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കമ്മിറ്റികളുടെ അപര്യാപ്തതയില്ല. നിയമത്തിന്റെ ഒരുപാട് വിഷയങ്ങൾ വേറെയുണ്ട്. പക്ഷെ നിലവിലുള്ള നിയമങ്ങളെങ്കിലും കർക്കശമായി നടപ്പിലാക്കുന്ന കാര്യത്തിൽ പോലും നമ്മൾ യാതൊരു തരത്തിലുള്ള താല്പര്യവും നമ്മൾ കാണിക്കുന്നില്ല. പിന്നെ സമൂഹത്തിൽ ആകെ കൂടെ വന്നു ചേർന്നിരിക്കുന്ന ഈ നമ്മളിപ്പോൾ നമ്മളുടെ ഭാഷ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയും ആഗോളവൽക്കരണത്തിൻ്റെയും ഒരു സംസ്കാരം കേരളത്തിൻ്റെ സമൂഹത്തിന് വലിയ മദ്യം, മയക്കുമരുന്ന്, പണം, പിന്നെ അതിൻ്റെ കൂടെ വരുന്നതാണ് സ്ത്രീ. ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ടൂറിസം വൽക്കരണത്തെ സംബന്ധിച്ച് ടൂറിസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം എന്ന് നമ്മൾ കാണുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിനോട് ഒരു യോജിപ്പില്ല. കാരണം ആഗോളവൽക്കരണത്തിന്റെ സന്തതിയാണ് ടൂറിസത്തിനെ വ്യവസായവൽക്കരിക്കുക എന്ന് പറയുന്നത്. ടൂറിസത്തിന്റെ വ്യവസായവൽക്കരിക്കുമ്പോൾ ടൂറിസം എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തും നമ്മുടെ സമൂഹത്തിലും ഉണ്ട്. പക്ഷെ ടൂറിസത്തിനെ വ്യവസായവൽക്കരിക്കാൻ പറഞ്ഞത് IMF ആണ്. അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനോടൊപ്പം വരുന്ന കാര്യങ്ങളാണ് മയക്കുമരുന്ന്, മദ്യം, മാഫിയകൾ, സ്ത്രീകളെ വിൽപ്പന നടത്തുന്ന മാഫിയകൾ. ഇത് നമ്മുടെ കേരളത്തിലേക്കും വരികയാണ്. അത് യാതൊരു സംശയവും വേണ്ട, തർക്കവും വേണ്ട. അപ്പൊ ആഗോളവൽക്കരണ നയങ്ങൾക്കും മുതലാളിത്തത്തിന്റെ ഇത്തരത്തിലുള്ള നയങ്ങൾക്കുമെതിരെ ഒരു കർക്കശമായ നിലപാടുള്ള ഒരു സംവിധാനം ഭരിക്കുന്ന സ്റ്റേറ്റിൽ അതിനെക്കുറിച്ച് കുറേയും കൂടി ജാഗ്രത കാണിക്കുകയും നിയമങ്ങൾ കർക്കശമായി സ്ത്രീകളെ, പെൺകുട്ടികളെയാണ് അവർ സെലക്ട് ചെയ്യുക, പെൺകുട്ടികളെ സംരക്ഷിക്കാനായിട്ടുള്ള നിയമം അടിയന്തരമായി നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യണം. അതിപ്പോ നമ്മൾ കാണുന്നത് ഇപ്പൊ ശൈലജ ടീച്ചർ മന്ത്രിയായപ്പോൾ, സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായപ്പോൾ എന്നെ പോലുള്ള ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ എന്താ, ആരോഗ്യവും സാമൂഹ്യക്ഷേമവും ഒരുപോലെ ഈക്വലന്റ് ആയിട്ടുള്ള സംവിധാനങ്ങളാണ്. സാമൂഹ്യക്ഷേമത്തിലാണ് ടീച്ചർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ടീച്ചറെ പോലെ ആള് ഒരു മഹിളാ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്ന് ഞങ്ങളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾ സ്വപ്നം കണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നടപ്പിലാക്കാനായി, എല്ലാം നടപ്പിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എങ്കിലും കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാനായിട്ട് ടീച്ചറെ പോലുള്ള ആളുകൾക്ക് കഴിയുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതിലിപ്പം ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് എന്ത് സഹായവും ഞങ്ങൾ കൊടുക്കും. അപ്പൊ ഇതിലൊന്നും നമ്മൾ ചില വിഷയങ്ങളെ സാമൂഹ്യ വിഷയങ്ങളായിട്ട് കാണണം. രാഷ്ട്രീയം എല്ലാത്തിലും നമ്മൾ കക്ഷി രാഷ്ട്രീയം, ഞാൻ രാഷ്ട്രീയം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, കക്ഷി രാഷ്ട്രീയം കടത്തേണ്ട കാര്യമില്ല. സ്ത്രീകളുടെ സംരക്ഷണവും ഉയർച്ചയും സ്ത്രീകളുടെ സാമൂഹ്യമായിട്ടുള്ള വളർച്ചയും
വളരെ പ്രധാനമാണ്. ഈ സർക്കാർ LDF സർക്കാരാണ് 50% സംവരണ സ്ത്രീകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുത്തത്. അതിൻ്റെ ഒരു വലിയ ഡെവലപ്മെന്റ് സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾക്ക് പാർലമെന്റിലോ നിയമസഭയിലോ ഈ സംവരണമില്ല. ആ ഒരു വിഷയം കൂടി ഉണ്ട്. ജോർജ് ജോസഫ് പോക്സോ കേസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തീർപ്പാകുന്നതേയില്ല. അവിടെ സുപ്രീം കോടതി അതൊരു വലിയൊരു അപര്യാപ്ത, കാരണം ഒരു വർഷത്തിനകം അതിന്റെ പൂർത്തീകരണം, ഇതൊന്നും തീർപ്പാകാതെ ഇങ്ങനെ പോകുന്നു. അത് പോലീസിന് പറയാൻ ഒരു പക്ഷേ ന്യായങ്ങൾ, കേസുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട്. പക്ഷേ ഇതിനൊരു പ്രത്യേക സമിതി ഇവിടെ സ്ത്രീകളുടെ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വകുപ്പ് രൂപീകരിക്കുന്നത് പോലെ ഇത്തരം കേസുകളുടെ കൂടി അതിന്റെ പൂർത്തീകരണം, അതിന്റെ കേസുകളുടെ എണ്ണം കണക്കിലെടുത്ത് അതിനൊക്കെ ഒരു പുതിയ സംവിധാനം വേണ്ടേ? വേണം. ഞാൻ അഡ്വക്കേറ്റ് മിനി പറഞ്ഞ ചില കാര്യങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പോലീസ് കുറച്ചുകൂടെ സജീവമാകണം. നമ്മൾ ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാ ഹോട്ടലിലൊക്കെ റെഡി ചെയ്ത് പിടിക്കുന്നത് എന്ത് സജീവമായിരുന്നു. എല്ലാവർക്കും ഹോട്ടലുകാർക്കൊക്കെ ഇപ്പം ഭയമാണ്. അപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പിൽ അതുപോലെ ഇൻസ്പെക്ടർമാർ വരട്ടെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർക്കൊരു ഉത്തരവാദിത്തം വരട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവർ ഈ ഭക്ഷ്യസുരക്ഷയെ പോലെ തന്നെ ഉത്തരവാദിത്തത്തോടുകൂടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവർ റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരതിൻ്റെ സാക്ഷിയായിട്ടൂടെ വരണം. കോടതിയിലൊക്കെ ചെന്ന് പലപ്പോഴും സാക്ഷികളില്ല. ഇവിടെ എന്താണ് ഒരു മന്ദത, അല്ലെങ്കിൽ എവിടെയാണ് അതിന്റെ പ്രശ്നം? എവിടെയാണ്? കാരണം പോലീസിനെ കുറ്റം കാരണം ഇതിൽ രാഷ്ട്രീയ നേട്ടം എന്തായാലും ഇതിൽ നിന്നും ഒരു പക്ഷേ ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു മന്ദത ഇക്കാര്യത്തിൽ? അത് ഞാൻ പറഞ്ഞത്, അത് താങ്കൾ പറയുന്നത് പോലെ ഒരുപക്ഷെ അതിനൊരു വ്യക്തമായ കാരണങ്ങൾ അല്ലെങ്കിൽ മുൻവിധിയോടുകൂടി എടുക്കുന്ന തീരുമാനങ്ങളല്ല ഒന്നും, ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഇടപെടലല്ല, പല കാരണങ്ങളിലേക്ക് പോയാൽ ഇതിനകത്ത് പോലീസിന് അവരെടുക്കുന്ന നടപടികൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. അത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു സംവിധാനവും ഇല്ല. ഇത് അദ്ദേഹം നേരത്തെ അഡ്വക്കേറ്റ് മിനി പറഞ്ഞു, ജിഷ കേസിനകത്ത് പല കാര്യങ്ങളും ഇന്നും ദുരൂഹമാണ്. അത് ഞാൻ ഒത്തിരി ചർച്ച ചെയ്ത അഡ്വക്കേറ്റ് മിനി അതിൻ്റെ ചർച്ചയിലൊക്കെ വന്നിരുന്നു ഒത്തിരി. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആ നടിയുടെ കേസിനകത്ത് അതിനകത്ത് ആ പൾസർ സുനിയുടെ അപ്പുറത്തോട്ട് പോലീസിന് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. പോലീസ് അവിടെ ഫെയിലിയർ ആവുകയാണ്. ജിഷ കേസിനകത്ത് കുറേ അധികം കോൺട്രഡിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ സംഭവത്തിനും ഒരു പിന്നെ മണിയുടെ കേസ് നോക്കിക്കോളൂ. കലാഭവൻ മണിയുടെ കേസിനകത്ത് അതിനകത്ത് കുറ്റകൃത്യങ്ങളിൽ വലിയ കഴിവ് തെളിയിച്ച ഉദ്യോഗസ്ഥർ നമ്മൾ പറച്ചിലേ ഉള്ളൂ. പ്രശംസയൊക്കെ കൊള്ളാം, പക്ഷേ ചില ദുരൂഹമായ ഏരിയയ്ക്ക് അപ്പുറത്തോട്ട് പോലീസിന് സഞ്ചരിക്കാൻ ഇന്നുള്ള പോലീസിന് സാധിക്കുന്നില്ല എന്നാണ് എൻ്റെ കണ്ടെത്തൽ. അതുകൊണ്ടാണ് ഞാൻ ഈ 3 കേസും പറഞ്ഞത്. വ്യക്തമായിട്ട് അത് പെനിട്രേറ്റ് ചെയ്യാൻ ഇവർക്ക് പൾസർ സുനിയെ പെനിട്രേറ്റ് ചെയ്യട്ടെ, മിടുക്കന്മാരാണെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് ആദ്യം മുതൽ അറിയാം പൾസർ സുനി നല്ല കള്ളനായതുകൊണ്ട് ഒരിക്കലും അതിനപ്പുറത്തോട്ട് പോകാനും ചിന്ത അതാണ്. കാരണം ഈ നിർഭയയുടെ ഒക്കെ തന്നെ ഉദാഹരണങ്ങൾ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ പൂർത്തീകരണത്തിൽ ഇച്ഛാശക്തിയോടുകൂടി നമ്മൾ സർക്കാർ വരുമ്പോൾ എല്ലാവരും ഒരു പ്രതീക്ഷ പ്രകടിപ്പിച്ചു. മിനിയൊക്കെ തന്നെ ശൈല ടീച്ചറിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ വകുപ്പിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. പക്ഷേ അവിടെയൊക്കെ തന്നെ ചില മന്ദത വന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ യുവജനക്ഷേമ വകുപ്പിനൊക്കെ യുവജന അല്ലെങ്കിൽ സംഘടനയ്ക്ക് അവിടെ ചിന്ത പ്രദാനം ചെയ്യുന്ന ആ വിഭാഗത്തിനൊക്കെ വ്യക്തമായും ഇടപെടൽ നടത്താവുന്ന മേഖലകളാണ് ഇതൊക്കെ. അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യം, ഒരു വിലയിരുത്തലിലേക്കുള്ള ചോദ്യങ്ങളാണോ ഇരുന്നത്? തീർച്ചയായും വിലയിരുത്തലുകൾ എപ്പോഴും നല്ലതാണ്. കാരണം കൂടുതൽ സജീവമായി ക്രിയാത്മകമായി ഇത്തരം വിഷയങ്ങൾക്കകത്ത് ഇടപെടാൻ കൃത്യമായ വിലയിരുത്തലുകൾ ഓരോ ഘട്ടത്തിലും നമുക്ക് ആവശ്യമാണ്. അത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളായാലും വകുപ്പുകളുടെ പ്രവർത്തനങ്ങളായാലും അതിനകത്തെല്ലാം ഒരു സോഷ്യൽ ഓഡിറ്റിംഗ്, ജനങ്ങൾ പൊതുവെ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ കൃത്യമായി വിലയിരുത്തുന്നത് തീർച്ചയായും കൂടുതൽ നന്നായി പ്രവർത്തനങ്ങൾ നടത്തുവാൻ അവസരമൊരുക്കുന്നത് തന്നെയാണ്. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ വളരെ ശക്തമായ ജാഗ്രത ഇപ്പോൾ കേരളത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട് എന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നടിയുടെ പ്രശ്നമായാൽ തന്നെ 6 ദിവസത്തിനുള്ളിൽ പ്രതികളെ പിടിക്കുവാനായിട്ടുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ജിഷയുടെ സംഭവത്തിലൊന്നും അത്തരത്തിലൊരു സമയത്തിനകത്ത് നമുക്ക് പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും കേരളീയ സമൂഹം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ സംഭവങ്ങൾ ഉടലെടുക്കുമ്പോഴും അതിനകത്ത് നമ്മൾ കാണിക്കുന്ന നിലപാട്, നമ്മൾ കാണിക്കുന്ന ജാഗ്രത, അത് കൃത്യമായി പൊതുസമൂഹം വിലയിരുത്തേണ്ടതാണ്. തീർച്ചയായും ആ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്ന തരത്തിൽ സ്ത്രീക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ കഴിയുന്ന ഇടമായി കേരളീയ സമൂഹത്തെ, കേരളത്തിന്റെ തെരുവുകളെയും ഗ്രാമങ്ങളെയും മാറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നാളത്തെ വനിതാ ദിനം വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലായി വരികയാണ്. ഓരോ വനിതാ ദിനങ്ങളും കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ ഓർമ്മപ്പെടുത്തലുകൾ തീർച്ചയായും ഈ സംഭവങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്നു. ഇനി ഈ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ ആവശ്യമായ ഇടപെടലുകൾ അവസാനമായി, കാരണം വീട്ടിൽ പോലും സുരക്ഷിതമല്ലാതെ മകളെ വളർത്തേണ്ടി വരുന്ന മാതാപിതാക്കളോട് അവസാനമായി താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, എനിക്ക് തോന്നുന്നത് ഒരു കേവലം മാതാപിതാക്കളിലോ അല്ലെങ്കിൽ വീടിൻ്റെ അന്തരീക്ഷത്തിലോ ഒതുങ്ങി നിൽക്കുന്നൊരു വിഷയം അല്ലെങ്കിലും കുട്ടികളുമായിട്ടുള്ള ആശയവിനിമയം തീർച്ചയായിട്ടും വളരെ കൂടുതൽ കൂട്ടേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട്.
അതുപോലെ തന്നെ ലൈംഗികത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു ടാബ് ഉണ്ടാകുന്ന സംസ്കാരം മാറ്റി നിർത്തേണ്ടതുണ്ട്. അതൊക്കെ സംസാരിക്കാനുള്ളൊരു ഭാഷ ഉണ്ടാവണം ജീവിതത്തിൻ്റെ ഭാഗം എന്ന വിധത്തിൽ. ഈ ജെൻഡറിങ് എന്നുള്ള പ്രോസസ്സ് ഉണ്ടാവാതിരിക്കുവാനും അനുകൂലമായ ഒരു മനോഭാവം ഉടലെടുപ്പിക്കുവാനും വീട്ടിലുള്ള പിതാവും മാതാവും തീർച്ചയായിട്ടും മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ത്രസ്റ്റ്. യെസ്, വളരെ നന്ദി അഡ്വക്കേറ്റ് മിനി, ഒപ്പം ചിന്ത ജെറോം, ഡോക്ടർ ഗിരീഷ്, ജോർജ് ജോസഫ്. ഇന്നും കേരളം കേൾക്കേണ്ടി വരുന്ന ഈ നൊമ്പരപ്പെടുത്തുന്ന പീഡന കഥകൾ അത് ആവർത്തിക്കുമ്പോൾ തടയിടേണ്ടത് എവിടെ, ആര്, ആ ചർച്ചയാണ് നടന്നത്.